നമുക്ക് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന പോലെ ഒരു എന്താണ് ഒരു അഹന്ത, ഒരു അഹംബോധം. സാറിന് പറയാറില്ല അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നവരെല്ലാം അഹങ്കാരികളാണെന്ന് പറയുന്നു. അങ്ങനെ പറയാറുണ്ട്. അതൊരു സങ്കുചിതമായ ഒരു അഹംബോധത്തിൽ ഒതുങ്ങിപ്പോകും. താനെന്ന് പറയുമ്പോൾ ദഷ്ടാശ്രോത അങ്ങനെയുള്ള അനുഭവം ഞാൻ. അപ്പം അത് ഞാനെന്ന് പറയുന്ന ഒരു ബൃഹത്തായ അർത്ഥമല്ല, സങ്കുചിതമാണ്. അതുകൊണ്ടാണ് പറയുന്നത് അടുത്ത് നീ എന്ന് പറയുന്നു, അന്യൻ. നീ അന്യൻ, ഇതിൽ നിന്നെല്ലാം തന്നെ വേറെയാക്കുന്ന ഒന്നാണ് ഞാനെന്ന് പറയുന്നത്. അപ്പോൾ അത് സങ്കുചിതമാണ്. അപ്പോൾ പ്രത്യേക ആത്മാ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ സങ്കുചിതമായ അർത്ഥം വരും. ഞാൻ അഹംഭാവം. അതുകൊണ്ട് പറയുന്നു സർവാനുഭവം. ഇവിടെ ഈ ഞാൻ എന്ന് പറയുന്നത് ബ്രഹ്മത്തെയാണ് പറയുന്നത്. ബ്രഹ്മം എന്ന് പറയുന്നത് ബൃഹത്താണ്. ഞാൻ ബൃഹത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സർവം എന്നുള്ള അർത്ഥത്തിലാണ്. ഇവിടെ ഞാനെന്ന് പറയുമ്പോൾ അഹന്തയെ ഉദ്ദേശിച്ചല്ല പറയുന്നു. ഇവിടെ ഞാനെന്ന് പറയുന്നത് സർവവും ആണ്. എപ്പോഴും നമ്മൾ ആവർത്തിച്ച് പറയുന്ന സർവാത്മഭാവം. അവിടെ അഹം ആത്മാ എന്നുള്ള ആ ഭാവത്തെ വിട്ടിട്ട് സർവ ആത്മാ എന്നായി. അങ്ങനൊന്നും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ അനുഭവം എന്ന് പറയുന്ന അഹം എന്ന് പറയുന്ന ഒരു അനുഭവമാണ്. അത് നമ്മൾ സാധാരണ പരാതി പറയുന്നുണ്ട്. ശരി, പറയുന്നതൊക്കെ ശരിയല്ല, സർവാത്മഭാവം എന്ന് പറയുന്നു. പക്ഷെ സർവാത്മഭാവം എന്ന് പറയുന്ന ഒരു അനുഭവം ഉണ്ടാവുന്നില്ലല്ലോ. പിന്നെ ഞാനെന്നുള്ള അനുഭവം ഉണ്ടാകുന്നുള്ളൂ. ഞാനെന്ന് പറയുന്ന അനുഭവം ഈ സങ്കുചിതമായ വ്യക്തി ഭാവം കൊണ്ട് പരിച്ഛിന്നമായ അനുഭവമാണ്. അത് ശരിയാണ്. ഞാനെന്നുള്ള അനുഭവം എത്ര കാലം ഉണ്ടാകുന്നുവോ അതുവരെ ഈ വ്യക്തി ഭാവം കൊണ്ട് പരിച്ഛിന്നമായ ഒരു അനുഭവം തന്നെ ആയിരിക്കും അത്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത പ്രജ്ഞയാണത് ഞാനെന്ന് പറയുന്നത്. അതിനതിൻ്റെ സ്വഭാവത്തെ വിടാൻ ഒക്കത്തില്ല. ഞാനെന്ന് പറഞ്ഞാൽ നീയൊന്ന് തിരിച്ചു വരത്തില്ല. ഞാനെന്ന് പറഞ്ഞാൽ സർവ്വമൊന്നും വരത്തില്ല. ഞാനെന്ന് പറഞ്ഞാൽ അന്യനെന്ന് വരത്തില്ല. ഞാനെന്ന് പറയുന്ന ആ പ്രജ്ഞ അത് അതിന്റെ സ്വഭാവത്തിലേ ഇരിക്കും. എങ്കിൽ ആ പ്രജ്ഞ ഇല്ലാതിരിക്കുന്നു. ഞാനെന്ന് പറയുന്ന അനുഭവം സർവ്വ എന്നുള്ള അനുഭവമാകുമോ? ഞാനെന്ന് പറയുന്ന അനുഭവം നീ എന്ന് പറയുന്ന മാറുകയോ അന്യനെന്ന് മാറുന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഞാനെന്ന് പറയുന്ന അനുഭവത്തിന്റെ തത്വം എന്താണെന്ന് ഗ്രഹിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ഇവിടെ പറയുന്ന തത്വഗ്രഹണത്തെയാണ് പറയുന്നത്. എങ്ങനെ അതിനെ ഗ്രഹിക്കണം? അല്ല അനുഭവത്തെ മാറ്റാനോ മറിക്കാനോ അല്ല. ആഭരണം എന്നുള്ള അനുഭവം, ഈ അനുഭവത്തെ മാറ്റാൻ വേണ്ടിയിട്ടല്ല പറയുന്നത് സ്വർണമാണെന്നുള്ളത്. സ്വർണമാണെന്നുള്ള അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ? ആഭരണമാണെന്നുള്ള അനുഭവം മാഞ്ഞു പോകും? ഇല്ല. ആഭരണം എന്ന് പറയുന്ന ആ അനുഭവം നിൽക്കുക തന്നെ അതിന്റെ തത്വ സ്വർണമാണെന്ന് ഗ്രഹിക്കുകയാണ്. അല്ല സ്വർണമാണെന്ന് ഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ആഭരണം എന്നുള്ള അനുഭവം കാണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും പിന്നീട് ഉണ്ടാകുന്ന അനുഭവം? സ്വർണമാണെന്ന് ഗ്രഹിച്ചിട്ട് അയാൾ പറയും ഇത് സ്വർണമാണ്, പക്ഷെ ആഭരണമല്ല. അങ്ങനെ പറയേണ്ടി വരും. അങ്ങനെ ആണോ അനുഭവം? അല്ല. ഇത് സ്വർണമാണ്, ആഭരണമല്ല, അങ്ങനെയാണോ? അല്ല. മറിച്ച് ഈ ആഭരണം ഇത് സ്വർണമാണ്. അപ്പോൾ ആഭരണം എന്നുള്ള അനുഭവത്തെ സ്വർണമാണെന്നുള്ള അനുഭവം ഒരിക്കലും നിഷേധിക്കുന്നില്ല. അഹം എന്ന് പറയുന്ന സ്ഫുരണത്തെ അതിനെ നിഷേധിക്കുന്ന കാര്യമല്ല പറയുന്നത്. അത് സഹജമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്.
അതിന്റെ തത്വത്തെ ഇവിടെ ബോധിപ്പിക്കുന്നു. ആഭരണത്തിന്റെ തത്വം സ്വർണമാണെന്ന് ബോധിപ്പിച്ചതുപോലെ. അപ്പോൾ ആഭരണത്തിന്റെ തത്വം സ്വർണമാണെന്ന് പറഞ്ഞാൽ എന്താ അതിൽ നിന്ന് ഗ്രഹിക്കേണ്ടത്? ആഭരണം എന്നുള്ളത് തത്വമല്ല, അത് ഗ്രഹിക്കുക. തത്വമല്ല എന്ന് ഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ അനുഭവം ഇല്ലാതാകുമില്ല. തത്വമല്ല എന്ന് ഗ്രഹിച്ചു കഴിഞ്ഞാൽ അനുഭവം ഇല്ലാതാകുന്നില്ല. ആഭരണത്തിന്റെ സ്ഥാനത്ത് ആഭരണം ഒന്ന് തന്നെയാണ് ആ അനുഭവം. പക്ഷെ അതിന്റെ തത്വം കൂടെ ഗ്രഹിക്കുന്നു. എന്നുവെച്ചാൽ ഒരനുഭവത്തെ മാറ്റിയിട്ട് അതിന്റെ സ്ഥാനത്ത് വേറെ അനുഭവത്തെ കൊണ്ടുവയ്ക്കുന്നതല്ല നമ്മൾ ധരിക്കുന്നതല്ല. മറിച്ച് ആ അനുഭവത്തിന്റെ തന്നെ വാസ്തവികത തത്വം എന്താണെന്ന് ബോധ്യപ്പെടുത്തുകയാണ്. ആഭരണത്തിന്റെ തത്വം സ്വർണമാണെന്ന് അറിയുന്നവൻ ആഭരണ ബുദ്ധി നഷ്ടപ്പെടത്തില്ല എന്നാണ് പറയുന്നതിന്റെ ചുരുക്കം. എന്നാൽ അയാളിൽ തത്വബോധം ഉണ്ടായിരിക്കും ചെയ്യും. ഇത് തത്വമാണെന്നറിയും. അതുകൊണ്ടാണ് ഇവിടെ അഹമെന്നുള്ള അനുഭവം അതിനെക്കുറിച്ച് പറയുന്നു. ഈ അനുഭവം എന്ന് പറയുന്നത് ഞാൻ എന്നുള്ള ഒരു സംഗീതമായ അനുഭവം ആയി നിൽക്കുന്നത് കൊണ്ട് നീ അന്യൻ എന്നൊക്കെയുള്ള അനുഭവങ്ങളുണ്ട്. പക്ഷെ ഇതിന്റെ തത്വം എന്താണ്? ഈ ഞാനെന്നുള്ള